നല്ലൊരു മഴയോട് കൂടിയാണ് ഞങ്ങൾ ഗോവയിലെത്തുന്നത്. 1 വീക്ക് പ്ലാനിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക് ഈ ട്രിപ്പിൽ. ഞങ്ങൾ സെയിം കോച്ചിലുണ്ടായിരുന്ന ആൾക്കാരും കോഴിക്കോട് നിന്ന്, അവരും സെയിം ഗോവയിലേക്ക് തന്നെയായിരുന്നു. അപ്പോൾ അവർ നമുക്ക് ഒരുപാട് സജഷൻസ് തന്നു, എവിടേക്കാണ് പോകേണ്ടത്, എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു. രാവിലെ ഒരു 10 മണിയൊക്കെ ആവുന്ന സമയത്ത് ഞങ്ങൾ ഗോവയിലെ റെയിൽവേ സ്റ്റേഷനിലെത്തി. മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഒരുപാട് ടാക്സിക്കാരും ഓട്ടോറിക്ഷക്കാരും നമ്മളെ ചുറ്റും നിന്നിട്ട് വില പേശാൻ തുടങ്ങും. ഇത്രയാണ് ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അതിലൊന്നും വീഴാതെ ഞങ്ങൾ നേരെ ബസ് പിടിച്ച് കോൾവ ബീച്ചിലേക്ക്. ഫസ്റ്റ് ഡേ ഭയങ്കര കാമായിരിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. കോൾവയിൽ ഞങ്ങൾ എത്തി, ചെക്ക് ഇൻ ചെയ്തു. നേരെ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വന്നു. ലഞ്ച് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് ബീച്ചിലേക്ക്. ബീച്ചിലാണെങ്കിലോ ഈ മീൻ പിടിക്കുന്ന ആൾക്കാർ വല ഇങ്ങോട്ട് നീക്കിയിട്ട്, അവർക്ക് അന്ന് നല്ല കോളായിരുന്നു, അത്യാവശ്യം നല്ല മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ മീനിൽ കുറച്ച് മീനുകളൊക്കെ ഞങ്ങളിങ്ങനെ കയ്യിൽ പിടിച്ചൊക്കെ നോക്കി. എന്നിട്ട് തന്നെ അവർക്ക് തന്നെ ലാസ്റ്റ് കൊടുത്തു കേട്ടോ. ആ മീനുകളൊന്നും ഞങ്ങളിതൊന്നും ചെയ്തിട്ടില്ല. 2 മീനുകൾ മാത്രം ഞങ്ങൾ എടുത്തു. കൂന്തൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് എടുത്തു. കൂന്തൾ ഞാനിപ്പോൾ ലാസ്റ്റ് കാണിച്ചിരുന്നുണ്ട്. ഇതല്ല, ഇത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കൂന്തൾ കാണിച്ചിരുന്നുണ്ട്. ഒരുപാട് മീനുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അവർക്കന്ന്. ഇതാണ് കൂന്തൾ. ഇത്ര ഫ്രഷ് ആയിട്ടുള്ള കൂന്തളൊക്കെ ഞങ്ങൾ ആദ്യമായിട്ടാണ് പിടിക്കുന്നത്. പിന്നെ രാത്രി ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി ചോളമൊക്കെ കഴിച്ചു. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. ഈ കൊള ബീച്ച് ഭയങ്കര സൈലൻ്റ് ആയിട്ട് ഉള്ള ഒരു സ്പേസാണ് കേട്ടോ. കപ്പിൾസിനൊക്കെ പോകാൻ പറ്റിയിട്ടുള്ള ഒരു സ്പേസാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഡിന്നർ കഴിച്ച് നേരെ റൂമിൽ പോയി. ഫസ്റ്റ് ഡേ ഭയങ്കര കാമായിരിക്കണം എന്നുണ്ടായിരുന്നു. നേരെ റൂമിൽ പോയി കിടന്നു.